അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് അങ്ങേയറ്റം വേദനിപ്പിക്കുന്നതാണ്. പുരോഹിതന്മാർ ഈ ഉമ്മത്തിനെ സാമ്പത്തികമായും വിശ്വാസപരമായും കൊള്ളയടിക്കുന്ന ഏറ്റവും ഭീകരമായ ഒരു രംഗമാണത്. ആദ്യം നിങ്ങൾ അതൊന്ന് കാണുക, എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. തങ്ങളെ ഈ സാധുക്കളെ ഏറ്റെടുക്കണേ യാ റസൂലല്ലാ, യാ ഹബീബല്ലാ, ഈ പാപികളെ ഏറ്റെടുക്കണേ യാ റസൂലല്ലാ. എല്ലാ പാപങ്ങളും ചെയ്തവർ അങ്ങയുടെ ജീവിതകാലത്ത് വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ് വസ്തഗ്ഫറ ലഹും റസൂൽ. പാപം ചെയ്തവർക്ക് അങ്ങയുടെ തിരുസവിധത്തിൽ വന്നാൽ അങ്ങ് അവർക്ക് വേണ്ടി പൊറുത്തു കൊടുക്കുമ്പോ, പൊറുക്കല്ല തേടുമ്പോ അള്ളാഹു തൗബ സ്വീകരിക്കുമെന്ന് പറഞ്ഞെങ്കിൽ യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, യാ നബിയല്ലാഹ്, ഞങ്ങളെ തൗബ സ്വീകരിക്കണേ, നിങ്ങളെ പാപങ്ങളെ പൊറുക്കണേ. അറിയാതെ രഹസ്യ പരസ്യമായി ഒരുപാട് പാപങ്ങൾ ചെയ്തവരാ. കേട്ടില്ലേ സഹോദരങ്ങളെ, ഈമാനുള്ളവരെ ഏറെ വേദനിപ്പിക്കുന്ന ഒരു രംഗം തന്നെയാണിത്. അതുകൊണ്ടാണ് ഞാൻ ഇതേറെ വേദനിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞത്. ഹജ്ജിനും ഉംറക്കുമൊക്കെ കൊണ്ടുപോയ സാധുക്കളായ മുസ്ലിമീങ്ങളെ ആരെയാണ് വിളിപ്പിക്കുന്നത്? ആരോടാണ് വിളിച്ചു തേടുന്നത്? യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂലേ, സാധുക്കളെ ഏറ്റെടുക്കണമേ, തൗബ സ്വീകരിക്കണമേ, പാപം പൊറുക്കണമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു തേടുകയാണ്. ഈ പാവം മനുഷ്യരെ കൊണ്ട് പുരോഹിതന്മാർ ഇത് ചെയ്യിപ്പിക്കുകയാണ്. ഇതിനേക്കാൾ വലിയ ഭീകരമായ അവസ്ഥയുണ്ടോ? സമ്പത്ത് ചിലവഴിക്കുന്നു, ശാരീരികമായ അധ്വാനങ്ങൾ. നിങ്ങൾ നോക്കൂ, ആ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, പലരും പ്രായം ചെന്ന ആളുകളാണ്. വളരെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഹജ്ജിനും ഉംറക്കുമൊക്കെ അവർ പോകുന്നത്. ഇനി ജീവിതത്തിൽ ഇതുപോലെ ഒരു അവസരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല, പറയാൻ കഴിയില്ല. അങ്ങനെയുള്ള ആ മനുഷ്യര് വലിയ ഏതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ മുസ്ലിമിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അഭിലാഷമാണ്, പ്രതീക്ഷയാണ് പരിശുദ്ധമായ കഅബാലയത്തിൽ പോയി ഹജ്ജും ഉംറയൊക്കെ ചെയ്യുക എന്നുള്ളത്. അങ്ങനെ പോകുന്ന ആളുകളെ കൊണ്ടാണ് ഈ പുരോഹിതന്മാർ ഇതേപോലെയുള്ള ഏറ്റവും വലിയ ഗുരുതരമായ പാപം ചെയ്യിപ്പിക്കുന്നത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ശരിക്കും ഹജ്ജും ഉംറയും ഒക്കെ തൗഹീദിന്റെ വിളംബരമാണ്. ഒരു ഹാജി ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ ചൊല്ലുന്നത് എന്താണ്? കണ്ടമിടറിക്കൊണ്ട് ആവർത്തിച്ചു ചൊല്ലുകയാണ്. ആവർത്തിച്ചുകൊണ്ട് ആ ഹാജിയെ കൊണ്ട് അള്ളാഹു പറയിപ്പിക്കുകയാണ്, അവന്റെ പ്രവാചകനിലൂടെ പഠിപ്പിക്കുകയാണ്. എന്താ ചൊല്ലുന്നത്? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക്. അല്ലാഹുവേ, നിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഞാനിതാ ആവർത്തിച്ച് പറയുകയാണ്, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, നിനക്ക് യാതൊരു പങ്കുകാരുമില്ല എന്ന് ഞാനിതാ ആവർത്തിച്ച് പറയുന്നു. ഇതിങ്ങനെ പറയിപ്പിക്കുകയാണ് ഒരു ഹാജിയെ കൊണ്ട്. നോക്കൂ നിങ്ങൾ, തൗഹീദിന്റെ വിളംബരം, അള്ളാഹുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പോകുന്നത്, റബ്ബിനോട് പറയാനാണ് പോകുന്നത്, അവന്റെ പുരാതനമായ കഅബാലയത്തിന്റെ ചാരത്തേക്കാണ് പോകുന്നത്. എല്ലാം തൗഹീദ്, എല്ലാം റബ്ബിൽ തവക്കുൽ ചെയ്ത്, എല്ലാം അവനോട് പറയാൻ. അതുകൊണ്ടല്ലേ ഹജ്ജിനും ഉംറക്കുമൊക്കെയുള്ള പ്രതിഫലത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണ്? അൽ ഉംറത്തു ഇലൽ ഉംറ കഫാറത്തു മാ ബൈനഹുമാ. ഒരു ഉംറ മുതൽ അടുത്ത ഉംറ വരെ പാപങ്ങൾക്കുള്ള കഫാറത്താണ്, പ്രായശ്ചിത്തമാണെന്നാ പറഞ്ഞത്. വൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. പൂർണ്ണമായ നിലയ്ക്ക് ശരിയായ നിലയ്ക്ക് ഹജ്ജ് ചെയ്യുന്നവർക്ക് അതിനുള്ള പ്രതിഫലം എന്താ? സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ല. എന്തുകൊണ്ടാണത്? തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് തൗഹീദിന്റെ വിളംബരം, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രഘോഷണം, അതൊക്കെയാണ് ഹജ്ജിലും ഉംറയിലും നടക്കുന്നത്. എന്നാൽ അതിനെയൊക്കെ തകർക്കുകയാണ് പുരോഹിതന്മാര്. അവിടെ എത്തിയിട്ട് ആ പാവങ്ങളെ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിപ്പിക്കുക, എന്നിട്ട് അതിന് വിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുക. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ വിശ്വാസികളെ വഞ്ചിക്കുകയാണ്. വളരെ ഗൗരവമാണ്. എല്ലാം പോയില്ലേ? സമ്പത്തും പോയി, അതേപോലെ തന്നെ ഈമാനും പോയി. എന്താ അള്ളാഹ് പറഞ്ഞത്? അന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. പള്ളി അള്ളാഹുവിനുള്ളതാണ്, അവന്റെ കൂടെ നിങ്ങൾ മറ്റൊരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന് പടച്ച റബ്ബ് അവന്റെ ഖുർആനിലൂടെ ആവർത്തിച്ച് പറഞ്ഞിട്ടും അതൊന്നും മൈൻഡ് ചെയ്യാതെ ദീനിനെ കുറിച്ച് കൃത്യമായ അറിവും വിവരവുമില്ലാത്ത പാവപ്പെട്ട മുസ്ലിമീങ്ങളെ കൊണ്ട് ഈ തലക്കെട്ട് കെട്ടിയ മുസ്ലിയാക്കന്മാര് ഈ നിലക്ക് ചെയ്യിപ്പിക്കുകയാണ്.
ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇതിപ്പോ നമ്മൾ കണ്ടത് മാത്രമാണ്, കാണാത്തത് വേറെ എത്രയോ ഉണ്ട് അല്ലേ? എന്നിട്ട് ഇവരിങ്ങനെ പ്രാർത്ഥിക്കുക. ഈ പുരോഹിതന്മാർക്ക് ശ്വാസം മുട്ടുന്നിടത്തൊക്കെ കൂടെയുള്ള ആളുകൾ ആമീൻ പറയുക. ഇതാണ് നടക്കുന്നത് ഇവിടെ. നമ്മൾ ഗൗരവമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മക്കളും മരുമക്കളും ഒക്കെ വാപ്പാക്കും ഉമ്മാക്കും ഒക്കെ വേണ്ടി ഹജ്ജിനും ഉംറക്കും ഒക്കെ ഏതെങ്കിലും ഗ്രൂപ്പിന്റെ അടുത്ത് കൊണ്ടുപോയി ക്യാഷ് കൊടുക്കും. അവരാരും ചിന്തിക്കാറില്ല വാപ്പിമ്മി ഹജ്ജിനോ ഉംറക്കൊക്കെ പോകട്ടെ എന്നാണ് അവരാഗ്രഹിക്കുന്നത്. പക്ഷേ ഇത് ആരുടെ കൂടെയാണ് പോകുന്നത്? ഏത് പുരോഹിതന്റെ കൂടെയാണ് പോകുന്നത്? ആരാണ് ഇവർക്ക് നേതൃത്വം നൽകുന്നത്? അയാളുടെ വിശ്വാസം എന്താണ്? ഇവരെ ചൂഷണം ചെയ്യുമോ ഈ പുരോഹിതന്മാർ എന്നൊന്നും പലരും ആലോചിക്കാറില്ല. പലരും വിചാരിച്ചിട്ടുള്ളത് അങ്ങോട്ട് പോയാൽ മതി ഏതെങ്കിലും ഗ്രൂപ്പിന്റെ കൂടെ എന്നാണ്. കാര്യമുണ്ടോ സഹോദരങ്ങളെ? ആലോചിക്കേണ്ടതില്ലേ? അതുകൊണ്ട് ഗൗരവമായി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഹജ്ജിനും ഉംറക്കുമൊക്കെ പോകുന്ന പറഞ്ഞയക്കുന്ന ആളുകൾ ആരുടെ കൂടെയാണ് പറഞ്ഞയക്കുന്നത്? ഇതിന് നേതൃത്വം നൽകുന്ന ആളുടെ വിശ്വാസം എന്താണ്? ശിർക്ക് ചെയ്യിപ്പിക്കുമോ? അതല്ലെങ്കിൽ ചൂഷണം ചെയ്യുമോ? തെറ്റായ നിലക്ക് കർമ്മങ്ങൾ ചെയ്യിപ്പിച്ചു കൊണ്ടുവരുമോ? അതൊക്കെ അതിനുള്ള യോഗ്യത ഇയാൾക്കുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് ഉറപ്പുവരുത്തി തൗഹീദുള്ള ആളുകളുടെ കൂടെയല്ലാതെ നിങ്ങളുടെ വാപ്പാനി ഉമ്മാനിയൊക്കെ നിങ്ങൾ പറഞ്ഞയച്ചാൽ ഇതേപോലെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാവുക. ഇത് സത്യത്തിൽ സ്വർഗ്ഗമല്ല കിട്ടുക, നരകം ക്യാഷ് കൊടുത്ത് വിലക്ക് വാങ്ങണം. അതിന് പുരോഹിതന്മാർ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ്. അതുകൊണ്ട് ഗൗരവമായി ഇത്തരം വിഷയങ്ങളെ കാണണമെന്ന് ഇത് കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കളോടും, അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യലാഭമൊന്നുമില്ല, പക്ഷേ ഈ ശിർക്ക് ചെയ്യുന്നത് കാണാൻ വയ്യ, വേദനയാണ്. അതും ഇരു ഹറമുകളിൽ, പരിശുദ്ധമായ ഹറമുകളിൽ ചെന്ന് എല്ലാം പാഴായി പോകുന്ന ദുരന്തപൂർണമായ കാഴ്ച കണ്ടിട്ട് വേദനിക്കുന്നത് കൊണ്ടാണ് പറയുന്നത്, ഗുണകാംക്ഷ കൊണ്ടാണ് പറയുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്കിൽ നിന്ന് നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതേപോലെയുള്ള പുരോഹിതന്മാരുടെ വഞ്ചനയിൽ നിന്ന് ഈ ഉമ്മത്തിനെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.